നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് +1 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററി പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട വർഷങ്ങളാണ്. വൺ വേർഡ് ചോദ്യങ്ങളായിട്ട് ആവർത്തിച്ച് വന്നിട്ടുള്ള വർഷങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളും ആ വർഷങ്ങളിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിർബന്ധമായിട്ടും പഠിച്ചു പോവേണ്ട സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കാം. പ്രധാനപ്പെട്ട വർഷങ്ങളിൽ ഒന്നാമത്തേത് BCE 27 അഗസ്റ്റസ് സീസർ പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചു. അഗസ്റ്റസ് സീസർ പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചത് BCE 27 അഗസ്റ്റസ് സീസർ പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചത് BCE 27 ഹിജറ വർഷാരംഭം എന്നറിയപ്പെടുന്നത് CE 622 ഹിജറ വർഷാരംഭം എന്നറിയപ്പെടുന്നത് CE 622 ഒട്ടക യുദ്ധം നടന്നത് CE 657 ഒട്ടക യുദ്ധം നടന്നത് CE 657. അബ്ബാസിഡ് വിപ്ലവം നടന്നത് CE 750 അബ്ബാസിഡ് വിപ്ലവം നടന്നത് CE 750 CE 1868 മെയ്ജി പുനഃസ്ഥാപനം നടക്കുന്നത്. മെയ്ജി പുനഃസ്ഥാപനം നടക്കുന്നത് CE 1868 മെയ്ജി പുനഃസ്ഥാപിക്കപ്പെട്ടത് 1868 CE 1868. ഇവിടെ കോമൺ എറ എന്നുള്ളതാണ് CE എന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. ഓക്കെ, അടുത്തത് CE 1942 ജപ്പാൻ പേൾ ഹാർബർ ആക്രമിക്കുന്നത്. ജപ്പാൻ പേൾ ഹാർബർ ആക്രമിക്കുന്നത് CE 1942. കറുപ്പ് യുദ്ധം നടന്നത് CE 1939 മുതൽ 42 വരെയുള്ള വർഷങ്ങളിലാണ്. കറുപ്പ് യുദ്ധം 1939 മുതൽ 42 വരെ. കോമൺ എറ 1939 മുതൽ 42 വരെയാണ് കറുപ്പ് യുദ്ധം നടന്നിട്ടുള്ളത്. CE 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് CE 1921. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടക്കുന്നത് CE 1921. സൺയാട്സന്റെ ചൈനീസ് വിപ്ലവം നടക്കുന്നത് 1911. CE 1911 സൺയാട്സൻ ചൈനീസ് വിപ്ലവം നടത്തുന്നത്. CE 1931 ചൈനയിൽ ലോങ് മാർച്ച് നടക്കുന്നത്. ലോങ് മാർച്ച് നടത്തപ്പെട്ടത് 1934. കോമൺ എറ 1934. CE 1949 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്നത്. അതായത് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുകയും തൽഫലമായിട്ട് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിക്കുന്നതും 1949. അപ്പോൾ രണ്ട് രീതിയിൽ ആ ചോദ്യം പ്രതീക്ഷിക്കാം. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആയി മാറിയത് ഏത് വർഷം? 1949. കോമൺ എറ 1949. ലോങ് മാർച്ച് നടന്നത് 1934. 1965 CE 1965 മാവോയുടെ സാംസ്കാരിക വിപ്ലവം. ഓക്കെ, പ്രോലിറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മാവോയുടെ സാംസ്കാരിക വിപ്ലവം നടന്നത് 1965. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രധാനപ്പെട്ട വർഷങ്ങൾ എന്ന രൂപത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടെ നോക്കാം. അഗസ്റ്റസ് സീസർ പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചത് BCE 27. ഹിജറ വർഷാരംഭം നടന്നിട്ടുള്ളത് CE 622. ഒട്ടക യുദ്ധം നടന്നത് CE 657. അബ്ബാസിഡ് വിപ്ലവം നടന്നത് CE 750. മെയ്ജി പുനഃസ്ഥാപിക്കപ്പെടുന്നത് CE 1868. ജപ്പാൻ പേൾ ഹാർബർ ആക്രമിക്കുന്നത് CE 1942. കറുപ്പ് യുദ്ധം നടന്നത് CE 1939 മുതൽ 42 വരെയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് 1921. സന്യാസന്റെ ചൈനീസ് വിപ്ലവം നടന്നത് 1911. ലോങ് മാർച്ച് നടന്നത് 1934. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം അഥവാ
പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിക്കപ്പെടുന്നത് 1949 മാവോയുടെ സാംസ്കാരിക വിപ്ലവം എന്നറിയപ്പെടുന്ന വർഷം 1965. ഇത്രയും കാര്യങ്ങൾ വർഷങ്ങളുടെ രൂപത്തിൽ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാവുന്ന ചേരുംപടി ചേർക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കാം. 3 മാർക്ക് 4 മാർക്ക് വരെയൊക്കെ ചേരുംപടി ചേർക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. ചേരുംപടിയിൽ വരുന്നത് ഇവിടെ ആൻസറാണ് പറയുന്നത്. സ്പെയിൻ അൾട്ടാമിറ ഗുഹ സ്പെയിനിലാണ്. അൾട്ടാമിറ, ഇത് ചേരുംപടി അല്ലാതെ ഭാഗത്തും സാധാരണ വന്നിട്ടുണ്ട്. അൾട്ടാമിറ ഗുഹ സ്പെയിനിലാണ്. ഷൗവറ്റ് ലുസാക്സ് ഫ്രാൻസുമായി ബന്ധപ്പെട്ടാണ്. ഷൗവറ്റ് ലൂസാക്സ് ഫ്രാൻസുമായി ബന്ധപ്പെട്ടതാണ്. ആസ്ട്രലോപിത്തേക്കസ് ദക്ഷിണദേശത്തെ വാനരൻ എന്നറിയപ്പെടുന്നത് ആസ്ട്രലോപിത്തേക്കസ് ആണ്. യൂക്ലിഡാണ് എലമെൻസ് കൊണ്ടുവന്നത്. എലമെൻസിൻ്റെ ഉപജ്ഞാതാവ് യൂക്ലിഡാണ്. അൽമാജസ്റ്റ്, ജിയോഗ്രഫി തുടങ്ങിയവ ടോളമിയുമായി ബന്ധപ്പെട്ടതാണ്. അൽമാജസ്റ്റ്, ജിയോഗ്രഫി ഇതെല്ലാം ടോളമിയുമായി ബന്ധപ്പെട്ടാണ്. അവിസന്ന അഥവാ ഇബ്ൻ സിന കാനൻ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നു. അവിസന്ന അഥവാ ഇബ്ൻ സിന കാനൻ ഓഫ് മെഡിസിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഫിർദൌസി ഷാനാമയുമായി ബന്ധപ്പെട്ടാണ്. ഫിർദൌസി ഷാനാമ ബന്ധപ്പെട്ടതാണ്. കാൻറ്റൻബറി കഥകൾ ഹെൻറി ചോസറുടേതാണ്. കാൻറ്റൻബറി കഥകൾ ഹെൻറി ചോസർ. നൈറ്റ് ഫീഫാണ്. നൈറ്റ് എന്നറിയപ്പെടുന്നത് ഫീഫുകളെയാണ്. ഇംഗ്ലണ്ട് ആംഗിൾ ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ട് ആംഗിൾ ലാൻഡ് എന്നറിയപ്പെടുന്നു. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗാണ്. അച്ചടി യന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ഗുട്ടൻബർഗ് ആണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അച്ചടി യന്ത്രം ഗുട്ടൻബർഗ്. അന്ത്യവിധി അതുപോലെ പിയേത്ത മൈക്കലാഞ്ചലോയുടെ ചിത്രങ്ങളാണ്. അതുപോലെ അവസാനത്തെ അത്താഴം ലിയാനാർഡോ ഡാവിഞ്ചിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് രണ്ടും കൂടെ മാറരുത്. അന്ത്യവിധിയും അവസാനത്തെ അത്താഴവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കണം. അന്ത്യവിധി പിയേത്ത മൈക്കലാഞ്ചലോയാണ്. അവസാനത്തെ അത്താഴം ലിയാനാർഡോ ഡാവിഞ്ചിയാണ്. ഇറാസ്മസ് വിഡ്ഢിത്തത്തിന് വന്ദനം എന്നാണ് അറിയപ്പെടുന്നത്. ഇറാസ്മസ് വിഡ്ഢിത്തത്തിന് വന്ദനം. തോമസ് മൂർ ഉട്ടോപ്യയുമായി ബന്ധപ്പെട്ടതാണ്. തോമസ് മൂർ ഉട്ടോപ്യ. ദാന്തെ ഡിവൈൻ കോമഡിയുടെ ഉപജ്ഞാതാവ് ദാന്തെ. ഡിവൈൻ കോമഡി ദാന്തെ. ഈശോ സംഘം ഇഗ്നേഷ്യസ് ലയോള. ഈശോ സംഘം ഇഗ്നേഷ്യസ് ലയോള. ഈശോ സംഘം ഇഗ്നേഷ്യസ് ലയോള. ലോറൻസോ വാല ഓൺ പ്ലഷർ. ലോറൻസോ വാല ഓൺ പ്ലഷർ. സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തം. കേന്ദ്രീകൃത സിദ്ധാന്തം കോപ്പർനിക്കസ്. സൂര്യകേന്ദ്രിത സിദ്ധാന്തം എന്നാണ്. സൂര്യകേന്ദ്രിത സിദ്ധാന്തം കോപ്പർനിക്കസ്. കോസ്മോഗ്രാഫിക് മിസ്റ്ററി കെപ്ലറാണ്. കോസ്മോഗ്രാഫിക് മിസ്റ്ററി കെപ്ലർ. ചലനം ഗലീലിയോ. ചലനം ഗലീലിയോ. ഗുരുത്വാകർഷണ സിദ്ധാന്തം ഐസക് ന്യൂട്ടൺ. ആസ്റ്റക് മായൻ മെക്സിക്കോയിലാണ്. ആസ്റ്റക് മായൻ സംസ്കാരങ്ങൾ മെക്സിക്കോ. ഇൻക പെറുവിലാണ്. ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആസ്റ്റക് മായൻ മെക്സിക്കോ, ഇൻക പെറു. ലൂഡിസം ജനറൽ നഡ്ലൂഡ്. ലൂഡിസം ജനറൽ നഡ്ലൂഡ്. ആവിയന്ത്രം ജെയിംസ് വാട്ട്. ആവിയന്ത്രം ജെയിംസ് വാട്ട്. സ്പിന്നിംഗ് ജെന്നി ഹാർഗ്രീവ്സ് ആണ്. പവർലൂം കാർട്ട്റൈറ്റ്. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ. ഇത് ഈ ഭാഗത്ത് എന്തായാലും ഇത്തരമൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഈ ആവിയന്ത്രം മുതൽ ഫ്ലൈയിങ് ഷട്ടിൽ കൃത്യമായിട്ട് പഠിക്കുക. ആവിയന്ത്രം ജെയിംസ് വാട്ടാണ്. സ്പിന്നിംഗ് ജെന്നി ഹാർഗ്രീവ്സ് ആണ്. പവർലൂം കാർട്ട്റൈറ്റ് ആണ്. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേരുംപടി ചേർക്കലാണ് കണ്ടത്. ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി ആയിട്ട് ഉപകാരപ്പെടുന്നതാണ്. കൂടുതൽ തവണ കേൾക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കാണാപ്പാഠം പഠിക്കാൻ അത്ര എളുപ്പമല്ല. കൂടുതൽ തവണ ഈ ക്ലാസ് കേൾക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക, എഴുതി പഠിക്കുക. ഇതാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ
പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതുമാണ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.